ഉദ്വേഗഭരിതമായ ഒരു സ്കിറ്റുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഒന്ന് നിർത്തണേ, ഒരു ഒട്ടും പറയാനുണ്ട് എല്ലാവരോടും. ഒരു വട്ടം അമ്മാവ, ഇതൊരു സ്വകാര്യ പരിപാടിയാണ്. ഒരു സ്വകാര്യ പരിപാടിയായത്. ആയിക്കോട്ടെ, നമ്പൂരാരുടെ പരിപാടിയല്ല, നമ്പൂരിയാണ്. അതുകൊണ്ട് എനിക്ക് നമ്പൂരാരോട് ഒരു കാര്യം ചോദിക്കാൻ, അതുകൊണ്ടാണ് എല്ലാവരോടും കൂടെയാണ് പറയാനുള്ളത്. സ്റ്റേജിൽ കയറിക്കോട്ടെ. പിടിക്കണോ? വേണ്ട, അതിനല്ല ഇതുള്ളത്. എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു കൂട്ടം പറയാനുണ്ട്. എൻ്റെ പേര് ഗോവിന്ദൻ നമ്പൂരിന്ന, മാടമന മഠം, ഗുരുവായൂരാണ്. ഈ വരുന്ന മകരത്തിൽ 75 എനിക്ക്. ഞാൻ പറയാൻ വന്നത് എന്നെ പറ്റിയല്ല, എൻ്റെ മോളെ പറ്റിയാണ്. എൻ്റെ മോള് ശ്രീദേവി, അങ്ങനെയാണ് അവളുടെ പേര്. എൻ്റെ ശാരദയുടെ വേലി കഴിഞ്ഞ് 16 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായ മോളാണ്. പ്രാർത്ഥനയും വഴിപാടും പൂജയും ചികിത്സയും ഒക്കെ കഴിക്കുകയുണ്ടായി. അങ്ങനെ ഉണ്ടായ മോളാണ് ഞാൻ. ചക്കരക്കുട്ടീന്നാണ് വിളിക്കുക അവളെ. ശാരദയാണെങ്കിൽ ശ്രീയെന്നും ശ്രീകുട്ടീന്നും ഒക്കെ വിളിക്കും. മിടുക്കിയ, കണ്ടാലോ നല്ല സുന്ദരിയായിരുന്നു എൻ്റെ മോള്. ചന്ദനം തൊട്ട് പൊട്ടുമൊക്കെ കുത്തി വരണ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്നും നോക്കിപ്പോവും. ഇത്ര മിടുക്കിയായിരുന്നു അവള്. പഠിത്തത്തിലും കളിയിലും പാട്ടിലും ഡാൻസിലും ഒക്കെ മിടുക്കിയായിരുന്നേ. ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഒത്തിരി. ഇല്ലത്തെ ഒരലമാര നിറച്ചും അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ്. ഒരു 10 കൊല്ലം മുമ്പ് ഒരു ദിവസം ഇതുപോലെ ഏതോ നമ്പൂരാരുടെ പരിപാടിയിൽ അവൾ പോയതാ പരിപാടി അവതരിപ്പിക്കാൻ. പാട്ടും ഡാൻസും കൈകൊട്ടിക്കളിയിലൊക്കെ ഉണ്ടായിരുന്നു അവള്. രാവിലെ തയ്യാറായിട്ട് പറഞ്ഞു, ഞാൻ കുറച്ച് നേരത്തെ പോവാണ്, അച്ഛനും അമ്മയും കൂടെ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും വന്നിച്ചാൽ മതി, അപ്പോഴത്തേക്കൊക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു. പോയപ്പോൾ സൂക്ഷിച്ച് പോണേ മോളേന്ന് പറഞ്ഞു ഞാൻ. അത് പറഞ്ഞു ശരി അച്ഛാ പറഞ്ഞിട്ട് പോയേ. ഞങ്ങൾ ഒരു 11 മണിയായപ്പോൾ അവൾ പറഞ്ഞ പോലെ ചെന്നു. കുറേ പരിപാടികളൊക്കെ കണ്ടേ, പക്ഷെ മോളുടെ പരിപാടി ഒന്നും കണ്ടില്ല. ഇത്തിരി വെള്ളം തരുമോ കുടിക്കാൻ? ലേശം വെള്ളം. വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ട വെച്ചേ, അതാണ്. എന്തേ? ഇല്ല ഇല്ല ഇല്ല. എന്നിട്ട് ഒത്തിരി സന്തോഷം കേട്ടോ. തിരുവാതിര കളിയിലും കൂടെ
അവളെ കാണാതായപ്പോൾ വേവലാതിയായി. പിന്നെ അവിടെ ചെന്ന് ചോദിച്ചു അവരോട്. അപ്പം അവർ പറയാ, മോള് 3-4 പരിപാടി പേര് കൊടുത്തിരുന്നു, പക്ഷെ ഒന്നിലും വന്നില്ല എന്ന്, ഒന്നിലും കൂടിയില്ലാന്ന്. അവൾ അന്ന് അവിടെ ചെന്നിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. അവൾ അവിടെ ചെന്നിട്ടില്ല അത്രേ. അതെങ്ങനെയാ? 8 മണിക്ക് മോളിൽ ഇറങ്ങിയതാണേ. പിന്നെ എവിടെ പോയി? ഒരു നിശ്ചയമില്ല. എല്ലായിടത്തും നോക്കി, കൂട്ടുകാരുടെ അടുത്തും ബന്ധുക്കളുടെ അടുത്തും ഒക്കെ വിളിച്ചു നോക്കി. ഒരിടത്തും ചെന്നിട്ടില്ല അവള്. ആർക്കും ഒന്നും അറിയില്ല അവളെ പറ്റി. പിന്നെ എന്താ വേണ്ടതെന്ന് നിശ്ചയില്ലായിരുന്നേ. പോലീസിലൊക്കെ പോയി പറഞ്ഞു. അവരും കുറേ അന്വേഷിച്ചു എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഒരു തുമ്പും കിട്ടിയില്ല. പിന്നെ ചിലരൊക്കെ ചോദിച്ചു, ഇനിയിപ്പം മോള് ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാവുമോ? അതെന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ പോവില്ല എൻ്റെ മോള്, എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പിന്നെ എവിടെ പോയി എൻ്റെ മോള്? ഒരു നിശ്ചയമില്ല, ഒന്നുമില്ല. മോള് പോയി പിന്നെ ശാരദയുടെ മുഖം തെളിഞ്ഞു കണ്ടിട്ടില്ല. എപ്പോഴും പ്രാർത്ഥനയും പൂജയൊക്കെ ആയിട്ടങ്ങനെ കഴിയുമായിരുന്നേ. ഞാനിങ്ങനെ മോളെ അന്വേഷിച്ച് ഇറങ്ങി നടക്കുക. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു വിവരവും കിട്ടിയില്ല മോളെ പറ്റി. മോള് പോയിട്ടൊരു 2 കൊല്ലം കഴിഞ്ഞാണ്. ഇപ്പോൾ ഒരു ദിവസം ശാരദ കുളിമുറിയിൽ വിളക്ക് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണേ. അവിടെ അങ്ങോട്ട് വീണു. അവിടെ അങ്ങ് വീണു. മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാവരും കൂടെ എടുത്ത് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. സ്ട്രോക്കാണെന്നോ ചിലപ്പം ശരിയായേക്കാം, ചിലപ്പോൾ എന്നൊക്കെ അവർ പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു കാണണം കേൾക്കണം ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ശാരദയ്ക്ക് സന്തോഷം ഉണ്ടാവുന്ന കാര്യമൊക്കെ അടുത്തിരുന്ന് പറഞ്ഞോണമെന്ന് പറഞ്ഞു. പിന്നെ ഞാനില്ലത്തുനിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. എപ്പോഴും ശാരദയുടെ അടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മോളുടെ കാര്യമാണ് പറയുക, അല്ലാണ്ട് പിന്നെ എന്താ പറയാനുള്ളത്? എന്നിട്ട് അടുത്തുള്ള ഒരു നേഴ്സ് കുട്ടിയുണ്ട്, ഗിരിജ എന്ന അവളുടെ പേര്. മിടുക്കി കുട്ടിയാണ്, നല്ല സ്നേഹമൊക്കെ ഉണ്ട്. ആ കുട്ടി വന്നിട്ട് എന്നും ശാരദയുടെ കാര്യങ്ങളൊക്കെ നോക്കും. രാവിലെയും വൈകുന്നേരം വരും. ശാരദയ്ക്കല്ല, കിടന്ന കിടപ്പിലാണേ. മൂക്കിക്കട ട്യൂബിട്ട എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ അടുത്തിരുന്ന് മോളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നേ.
മോള് ജയിച്ച കളിയുടെ കാര്യവും പാടാറുള്ള പാട്ടിൻ്റെ കാര്യവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ അവൾ കുഞ്ഞായിരുന്നപ്പോഴേ ശാരദ അവളെ ഓർക്കാൻ വേണ്ടി ഒരു പാട്ട് പാടാറുണ്ടേ. ഓമന തിങ്കൾ കീടാവോ നല്ല കോമള താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തൻ്റെ ഞാൻ ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ശാരദയുടെ കണ്ണ് നിറഞ്ഞു, കണ്ണിക്കടെ വെള്ളം ഒഴുകി തുടങ്ങി. ഈശ്വര, എനിക്കുണ്ടായ സന്തോഷത്തിൻ്റെ 4 മാസം കൂടിയിട്ടാണ് ഞാൻ പറയണത് എന്തെങ്കിലും കേട്ടു നടിക്കണത്. അന്ന് നേഴ്സ് കുട്ടി വന്നപ്പോൾ പറഞ്ഞു, ഇനിയൊക്കെ വേഗം ശരിയാവുന്ന. എല്ലാവരും അങ്ങനെയാണ് നിരീക്ഷിച്ചത്, ഞാനും അങ്ങനെയാണ് നിരീക്ഷിച്ചത്. എന്നാ ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല നിശ്ചയിച്ചത്. രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പോയി. എൻ്റെ ശാരദ പോയി, എന്നെ തനിച്ചാക്കിട്ട് അവൾ പോയി. ഇനിയിപ്പോ എന്തിനാ ഇരിക്കണമെന്നൊക്കെ വിചാരിച്ചു. ഞാൻ ശാരദയുടെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം ആ നേഴ്സ് കുട്ടിയുടെ വീട്ടിൽ പോയി. ഫ്ലാറ്റിൽ 16ാമത്തെ നിലയിലാണ്. ഇച്ചിരി അങ്ങോട്ട് വെള്ളം തരുമോ? ക്ഷമിക്കണം കേട്ടോ. അവിടെ ബാൽക്കണിയിൽ പോയി ഞാൻ നിന്ന് താഴേക്ക് നോക്കിയപ്പോഴേ സന്തോഷം. സന്തോഷമായിട്ടോ. വേഗം തീരുവേ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു കളിക്കാം. ബാൽക്കണിയിൽ ഇങ്ങനെ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ ഞാൻ ഓർത്തു, എത്ര എളുപ്പമാണ് ഇവിടുന്ന് ശാരദയുടെ അടുത്ത് പോവാൻ. അങ്ങനെ നിന്നപ്പോൾ നേഴ്സ് കുട്ടി അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, അങ്കിളെ അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോന്നോളൂ. കേട്ടപ്പോൾ മോള് വിളിക്കണവർ തോന്നി. പിന്നെ ഇത് തന്നെയാ എൻ്റെ പണി. നമ്പൂരാർ കൂടുന്നിടത്തൊക്കെ കയറി ചെല്ലും, വിളിച്ചില്ലെങ്കിലും കയറി ചെല്ലും. എന്നെ ആരും വിളിക്കാറൊന്നുമില്ല കേട്ടോ. ഭ്രാന്തൻ നമ്പൂരി എന്നൊക്കെ അതിൽ പറയാം. കണ്ടു കഴിഞ്ഞാൽ അപ്പം ചോദിക്കാം, എൻ്റെ മോളെ കണ്ടോ, എൻ്റെ മോളെ കണ്ടോ എന്ന്. വേളിക്കാണെങ്കിലും ഓർന്നാളിനാണെങ്കിലും പിന്നെതാ ഇതുപോലെ ഉള്ള പരിപാടിക്കാണെങ്കിലൊക്കെ ഞാൻ കയറി ചെല്ലും. എല്ലാവരോടും
ഇതാ ചോദിക്കുക, എൻ്റെ മോളെ കണ്ടോ? എൻ്റെ ശ്രീദേവിയെ കണ്ടോ? ആരും കണ്ടില്ല, ഒരാളും കണ്ടിട്ടില്ല എൻ്റെ മോളെ. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നതും നിങ്ങളോടൊക്കെ ഇത് ചോദിക്കാൻ വേണ്ടിയാണ്. എൻ്റെ മോളെ കണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും എന്നെങ്കിലും കണ്ടോ? ഇതാ ഇതാ എൻ്റെ മോള്, മോളുടെ ഫോട്ടോ അത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് എന്നെങ്കിലും? ഇപ്പം ശാരദ പോയ പോലെ മോളെ കാണാണ്ട് വിഷമിച്ച് ഞാൻ പോവായിരുന്നു. അങ്ങനെയാണോ ഗുരുവായൂരപ്പൻ നിശ്ചയിച്ചിരിക്കുന്നത്? ഗുരുവായൂരപ്പ മോള് ഒരു തവണ രണ്ട് മോളെ ഒന്ന് കാണിച്ചു തരുമോ? ഞാൻ ഒരൊറ്റ തവണ മതി, ഒരൊറ്റ തവണ. ഭഗവാനെ, ഒരൊറ്റ തവണ എൻ്റെ മോളെ കാണിച്ചു തരുമോ? കൃഷ്ണ ഗുരുവായൂരപ്പ, കുട്ടി എന്താ വിളിച്ചേ? അച്ഛനോ? ഈ കുട്ടി എന്നെ അച്ഛന്ന് വിളിക്കണം? 10 കൊല്ലം മുമ്പ് കേട്ടതാണ് ഞാൻ ആ വിളി. കുട്ടി ഏതാ? ആരാ? കുട്ടി എന്താ പറഞ്ഞേ? അച്ഛനെന്നെ മനസ്സിലായില്ലേ? ഞാൻ അച്ഛന്റെ മോളാ, ശ്രീദേവി. ശ്രീദേവിയാ? എന്റെ മോളാ? കേട്ടില്ലേ കുട്ടി പറയണ? കുട്ടി എന്റെ മോളാണ്, മോളാണ്. അതെ, എൻ്റെ മോള് തന്നെയാ. എൻ്റെ മോള് ശ്രീദേവി, എൻ്റെ മോള്, എൻ്റെ മോള്, എൻ്റെ മോള്. കണ്ടോ? എല്ലാവരും കണ്ടോ? എൻ്റെ മോൾ
ക്ഷമിക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പക്ഷേ പൊണ്ണെ മോള് തിരിച്ചു വന്നിരിക്കുന്നു. മോള് തിരിച്ചു വന്നിരിക്കുന്നു. മോള് കണ്ടില്ലേ? എല്ലാവരും കണ്ടില്ലേ? എൻ്റെ മോളെ എൻ്റെ മോള് മോളും മോളെ തിരിച്ചു തന്നത് കൂടി കാണാൻ ഭാഗ്യം ഉണ്ടാക്കിയില്ല. ശാരദ നീ കണ്ടില്ലേ? മോൾ തിരിച്ചു വന്നിരിക്കുന്നു. സന്തോഷമായില്ലേ? സന്തോഷിക്കുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. നമുക്ക് ഇല്ലത്തേക്ക് പോവാം. മോളെ ഞങ്ങളെ ഇല്ലത്തേക്ക് പോവാണ്. ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ട്. മോള് മോളെ കണ്ടില്ലേ? എൻ്റെ മോളെ തിരിച്ചു വന്നിരിക്കുന്നു. എൻ്റെ മോളെ ശ്രീദേവി നിങ്ങളിനി ഇല്ലത്തേക്ക് പോവുകയാണ്. വെള്ളം കുടിക്കാനിട്ടേ ഒച്ച കഴിഞ്ഞ് വരാത്തത്. ഏതായാലും ഇനിയിപ്പോൾ പറയാനൊന്നുമില്ല. മോളെ കിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിങ്ങനെ മോളെ കണ്ടോ എന്ന് ചോദിച്ച ആരുടെ മുമ്പിൽ പോയില്ല. മോള് തിരിച്ചൊന്നുമില്ല. ഗായത്രി കൂട്ടായ്മ കുടുംബസംഗമത്തിന് ഒത്തിരി നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇവിടെ വെച്ചാണല്ലോ എനിക്ക് എൻ്റെ മോളെ കിട്ടിയ മോളെ. സന്തോഷായില്ലേ അമ്മാവന്? എന്താ മോളെ തിരിച്ചു കിട്ടിയില്ലേ? സന്തോഷായില്ലേ? സന്തോഷമായി ഒത്തിരി സന്തോഷമായി. ഇത് വരാം. ഈ സന്തോഷം എനിക്കില്ല. മോളെ കിട്ടില്ല എനിക്ക്. വേനെ നിങ്ങൾ പോയിട്ട് വരാം. തിരിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇതുപോലെ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ വന്നോട്ടെ. പരിപാടിയൊക്കെ കാണാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ വരാം. ഇപ്പം ഞങ്ങൾ പോവുകയാണ്. പോവാം അവിടെ. എൻ്റെ മോളാണ് ശ്രീദേവി. 10 കൊല്ലമായിട്ട്
കാണാൻ നിൽക്കുന്നുണ്ട് മോള്. ശരി. ഞങ്ങൾ പോട്ടെ. ഇനി ഒന്ന് നിൽക്കണേ. അമ്മാവൻ വേദിയിലേക്ക് വരുന്നതിന് മുന്നായി ഞാൻ അനൗൺസ് ചെയ്ത സ്കിറ്റായിരുന്നു ഇത്. ജയന്തേട്ടൻ സ്വന്തം രചിച്ച് അവതരിപ്പിച്ച അതിമനോഹരമായ ഉദ്വേഗഭരിതമായ ഒരു സ്കിറ്റായിരുന്നു. ഇന്നത്തെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിമനോഹരമായി ഈ സ്കിറ്റ് അവതരിപ്പിച്ച ജയന്തമ്മാവനും ശ്രീജന വിവേകോദയം സ്കൂളിൽ +2 പഠിക്കണു. നല്ലൊരു നർത്തകി കൂടിയാണ്. ശ്രീജനയ്ക്ക് ഞങ്ങളുടെ വക എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. സന്തോഷം ഞങ്ങളോടൊപ്പം ഇതിൽ പങ്കുചേർന്നതിന്. ഇവരെ ഒന്ന് ആദരിക്കാൻ വേണ്ടി പ്രസിഡന്റ് വേണാട് ഏട്ടനെ വിളിക്കുന്നു. വാസുവേട്ടനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ വർഷവും കൂട്ടായ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടുവരുന്ന ജയന്തേട്ടന് നമ്മുടെ വക ആദരവ്. അതിഗംഭീരമായ ഒരു സ്കിറ്റ് അവതരിപ്പിച്ച ജയന്തേട്ടന് അടുത്ത വർഷവും ഇതിലും ഭംഗിയായി എന്തെങ്കിലും നമുക്ക് തരാനായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രീജനയ്ക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം. സന്തോഷം.